ഇന്നാണ് കേട്ടോ അപ്പം വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ഡേ. അപ്പം വണ്ടി എടുത്തിട്ടിപ്പം 2 മാസം കഴിഞ്ഞ് 1000 കിലോമീറ്ററുമായി. അപ്പം ടാറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സർവീസ് ഇഷ്യൂസാണ് കേട്ടോ. അപ്പം ഇന്ന് സർവീസ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സർവീസ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഇന്ന് അപ്ഡേറ്റ് ചെയ്തായിരിക്കും. അതാ വണ്ടി കൊടുത്തു. കംപ്ലൈൻറ്റ് എന്ന് പറയാൻ വേണ്ടി ഒരു 2 തവണ മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അതായത് ഫസ്റ്റ് ഗിയർ ഉണ്ടല്ലോ, ഫസ്റ്റ് ഗിയർ ഒന്ന് ഇടയ്ക്ക് ചില സമയങ്ങളൊന്നും സ്റ്റക്കാവും ആകെ. അതായത് ഞാൻ 1060 കിലോമീറ്റർ എന്ന് പറയും. അതിൻ്റെ ഇടയിൽ 2 തവണ മാത്രമേ ആ ഒരു സ്റ്റക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പറയാനുള്ളൂ. പിന്നെ അതുപോലെ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണതിൻ്റെ അത് ഇടയ്ക്കിടയ്ക്ക് അതിന് തോന്നുമ്പോഴേക്കും അത് വർക്കാവത്തുള്ളൂ. അത് വണ്ടി സ്റ്റാർട്ടിങ് എടുത്തത് മുതൽ ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് അത് 2 മാത്രമേ ഉള്ളൂ. 4 മണി കഴിയും വണ്ടി കിട്ടുമ്പോൾ. അപ്പോൾ ഇനിയിപ്പം അതിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ അടുത്ത് തന്നെ ലുലു മാളുണ്ട്. ഇനിയിപ്പം ലുലു മാളിലോട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിലോട്ട് ഇനി ഒരു 10-18 കിലോമീറ്റർ കൂടുതലുണ്ട് വീട്ടിലോട്ട് പോകാനാണ്. പോയിട്ട് വീണ്ടും പറഞ്ഞൊക്കെ ഭയങ്കര പാടും. അതുകൊണ്ട് പിന്നെ ഇന്ന് ലുലു മാളിൽ ചുറ്റിക്കറങ്ങിയിട്ട് പോയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഒരു 10-20 ആയപ്പോഴാണ് രാവിലെ കൊടുത്തത്. അപ്പോൾ ഒരു 4-4:30 മണിയൊക്കെ ആകുമ്പോൾ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. ഞാനൊരു 4:30 ആയപ്പോഴെത്തി. വണ്ടി കിട്ടിയപ്പോൾ ഒരു 5:45 ആയി. 5:15 കഴിഞ്ഞപ്പോഴാണ് വണ്ടി കിട്ടിയത്. അകത്ത് സർവീസ് വേറെ മോപ്പിങ്, അകത്തൊക്കെ ക്ലീനിങ് ഒക്കെ വലിയ സെറ്റ് തന്നെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി കൊടുത്തപ്പോൾ ഈ മിററിൻ്റെ, ഞാൻ വണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ കണ്ടത്, മിററിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു അഴുക്കുണ്ട്. അതപ്പം ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ അത് അവിടെ വെച്ച് കണ്ടില്ല. ഇതിലേക്ക് അപ്പം തന്നെ പറഞ്ഞതും കൂടെ ക്ലീൻ ചെയ്യിക്കായിരുന്നു. ഫ്രണ്ടായിട്ട് നമ്മൾ ടെമ്പററി നമ്പർ പ്ലേറ്റ് ഒട്ടിക്കുമല്ലോ, ആ സമയത്ത് അവിടെ അതിൻ്റെ ഒരു വശ ഫ്രണ്ടിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി സർവീസ് ചെയ്ത് എടുക്കാൻ സമയത്താണ് അത് കണ്ടത്. അപ്പോൾ അവരോട് പറയുകയും കൂടെ ചെയ്ത് ഇതൊന്ന് ഇതും കൂടെ ഒന്ന് മാറ്റി തരാൻ പറഞ്ഞു. അവരപ്പോൾ തന്നെ ക്ലീൻ ചെയ്താണ്. പക്ഷേ ഈ സൈഡിൽ അത് അങ്ങനെ തന്നെ ഇരിക്കണം. ഞാൻ അത് കണ്ടുമില്ല, വിട്ടുപോയി പറയാൻ വേണ്ടി. ഓവറോൾ വലിയ കുഴപ്പമില്ലല്ലേ. വേറെ ഇനിയിപ്പം സെക്കൻഡ് സർവീസും കൂടെ ഒക്കെ ആകുമ്പോഴേ കൂടുതൽ നമുക്ക് ഓയിൽ ബാക്കി കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ. ഇപ്പം പിന്നെ അല്ലാതെ പിന്നെ ഈ AC വെൻ്റ് ക്ലീൻ എന്തൊരു സംഭവം, അതിൻ്റെ ഒരു പേയ്മെൻറ്റ് മാത്രം അത് ഇങ്ങനെ വരുന്നുണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല വലുതായിട്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല. പിന്നെ നമ്മുടെ വൈപ്പറിൻ്റെ ഫ്ലൂയിഡ് അതും കൂടെ ആഡ് ആയിട്ടുണ്ട്. അതൊരു 80 രൂപ എന്തോ, അതിൻ്റെ ചാർജസും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ സർവീസൊക്കെ ആക്കി പുറമേ നിന്ന് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. വീട്ട് വരികയാണെന്ന് വെച്ചാൽ മഴ വേണം. ബാക്കി ഇന്നലെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ബില്ലൊക്കെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്ന് വിചാരിച്ച് കാണിക്കാൻ പറ്റില്ല. വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്ത് രാത്രി ഉള്ള പൂവല്ല ഫുള്ള് ചെളി മൊത്തം കയറി. മറ്റേ റബ്ബറിൻ്റെ പൂവൊക്കെ വണ്ടി മൊത്തം കൊള്ളാൻ ഫുള്ള് എല്ലാ സ്ഥലത്തും ഇത് തന്നെ. വണ്ടി ഫുള്ള് ഇത് തന്നെ ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ വീണ്ടും ഇപ്പോൾ ഒന്ന് കഴുകണം. കഴിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ബില്ലൊന്ന് കാണിച്ചു തരാം. എനിക്ക് സർവീസിന് ടോട്ടൽ എത്ര ചാർജസ് ആയതുള്ളത്. ഇത് ഫസ്റ്റ് ഒരു കാർ കെയർ കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അത് ഞാൻ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. അത് 400 രൂപ എന്താവും എന്ന് പറഞ്ഞു. അതവിടെ ഒരു കാർ കിറ്റ് സാധനം. ഇതാണ് കേട്ടോ, ഒരു വാഷ് ചെയ്യാനുള്ളൊരു സാധനം. ഇതും ഒരു ക്ലോത്തൊക്കെ ആയിട്ട് വരുന്നത്. ഒരു കാര്യമില്ല, ചുമ്മാ എനിക്ക് പൈസയുടെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അവർ ഫസ്റ്റ് തന്നെ സർവീസിന് എഴുതിയൊരു സാധനമാണ് മറ്റേ വിൻഡ് ഷീൽഡ് ഫ്ലൂയിഡിന് പേയ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞാൽ അതൊരു 80 രൂപയായി. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഇതാണ് എനിക്കൊരു ഡൗട്ടുള്ളത് കേട്ടോ. ഇത് എല്ലാ വണ്ടിക്കും ഫസ്റ്റ് സർവീസിന് തന്നെ ചെയ്യുമോ, അത് അവന്മാർ അടിച്ചേൽപ്പിച്ച് തരണമാണെന്ന് അറിഞ്ഞുകൂടാം. സർവീസ് പ്ലസ് ഒരു വെൻറ്റ് ഡക്ക് ബ്ലോ ക്ലീനിങ്, AC-യുടെ ഒരു ക്ലീനിങ്, അത് ആണെങ്കിൽ 1400 രൂപയെന്ന് പറഞ്ഞു. 1400 പ്ലസ് GST 1650 രൂപ അതായിട്ടുണ്ട്. അത് എനിക്കിപ്പോഴും ഒരു പിടുത്തം കിട്ടില്ല എന്താണ് സംഭവം. ഞാനോട് ചോദിച്ചപ്പോൾ അത് ചെയ്യുന്നതാണ് എല്ലാത്തിനും അങ്ങനെ എന്നൊക്കെയാണ് പറഞ്ഞ് തള്ളിയത്. എനിക്ക് അറിയത്തില്ല കേട്ടോ സംഭവം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു പെയിൻറ്റ്, ഒരു ഫോം അണ്ടർഗ്രൗണ്ട് ചെയ്യേണ്ട, അത് ചെയ്തതാണ്. അത് എലി കയറാതിരിക്കാനും പിന്നെ വേറെ എന്തിനേക്കും അതെനിക്ക് തൽപ്പരാന്ത് ഇറങ്ങി ഞാൻ ഓന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അതെല്ലാം കൂടെ അവന്മാർ പിടുങ്ങി 1300 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഈ സംഭവം ഒന്നും ദയവ് ചെയ്ത് ചെയ്യില്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിന് കയറി ഓഹോ എന്നങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ ഫസ്റ്റ് ഫ്രീ സർവീസ് ചാർജ്, ഫീ ചാർജ് 400 രൂപ, അതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് ഇത്രയാണ് ആയിട്ടുള്ളത് ഫ്ലൂയിഡിന്. അപ്പം ടോട്ടൽ എമൗണ്ട് വന്നിട്ട് 3428 രൂപയായി. അത് ആ ഒരു AC വെൻറ്റ് ബ്ലോക്ക് ക്ലീനർ എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിന് അതിന് 1650. പിന്നെ ഒരു അടിയിലൊരു
സ്പ്രേ ഒരു കോട്ടിങ് ചെയ്തതിന് ഒരു 1300 രൂപ. അത് രണ്ടുമാണ് ഏറ്റവും മേജറായത്. ഇത് വലിയ പ്രൈസ് ഇല്ല, ഒരു 400 രൂപ. അപ്പോൾ എന്താ എനിക്ക് എ സി വെൻറ്റ് ബോൾ ക്ലീനർ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് നോക്കിക്കോണേ. ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഇങ്ങനെ ചെയ്യണമാണോന്നൊന്നും കിട്ടി അറിഞ്ഞിട്ടില്ല. ഇതിനാണ് പേയ്മെൻറ്റ് ചെയ്ത്. അപ്പം അങ്ങനെ ഈ ഫ്രീ സർവീസിൽ എനിക്ക് ഇത്ര 3400 രൂപയായി കേട്ടോ. അങ്ങനെയേ ഉള്ളൂ. പിന്നെ സർവീസിന് വേറെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്രേ ഉള്ളൂ.